അപ്പം എനിക്കൊരു വാശി, ഇത് പഠിച്ചെടുക്കണം. എന്നെപ്പോലെ കഷ്ടപ്പെടുന്ന 10 പേരെങ്കിലും എനിക്കിതിലേക്ക് കൈപിടിച്ച് ഉയർത്തണം. അത്രേ എനിക്ക് ആഗ്രഹമുള്ളൂ. എനിക്കിതിൽ കാശുണ്ടാവണമെന്നോ അല്ലെങ്കിൽ എനിക്ക് വലിയ ആളാവണമെന്നോ അങ്ങനെയൊന്നും എനിക്കില്ല. എനിക്ക് പറഞ്ഞു തന്ന ഈ ഇത് 4 ആളെ അറിയിക്കണം. എനിക്ക് ഈ എന്താ പറയുക, നെക്സ്റ്റ് ജെൻ എന്നുള്ള ഒരു അക്കാദമി എനിക്കിങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി തന്നു. അതിൽ 4 ആൾക്ക് അതൊരു ഉപകാരമാവുന്നു. ഞാൻ ചേച്ചിയോട് ചേച്ചി പറഞ്ഞു എനിക്ക് ക്ലാസ് എനിക്ക് കറക്റ്റ് അറ്റൻഡ് ചെയ്യാൻ പറ്റണില്ല എന്ന് പറഞ്ഞപ്പോഴും ഞാൻ പറഞ്ഞു, ഞാൻ എന്താണോ പഠിച്ചത്, എന്നെ ഇതിലേക്ക് വലിച്ചഴിച്ചത് ചേച്ചിയാണ്. ഞാൻ എന്താണോ പഠിച്ചത് അത് മുഴുവൻ ഞാൻ ചേച്ചിക്ക് തരും. അതിലെനിക്കില്ല. കാരണം വിദ്യാഭ്യാസം എന്നുള്ളത് നമുക്ക് മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കാനുള്ളതാണ്. ഇതൊരു വിദ്യാഭ്യാസമായിട്ട് നമ്മൾ എടുത്താൽ മതി. ഇതിന് അല്ലെങ്കിൽ കാശുണ്ടാക്കാനുള്ള ഒരു വഴിയായിട്ടോ കാര്യങ്ങളായിട്ടോ എടുക്കേണ്ട. എല്ലാം ഒരു എക്സ്പീരിയൻസ്. ആ എക്സ്പീരിയൻസിൽ നമ്മൾക്ക് 4 ആളെയും കൂടി നമ്മൾക്ക് കൈപിടിച്ച് ഉയർത്താൻ പറ്റണം. എനിക്കിപ്പോൾ പറയാൻ ഞാൻ മനസ്സിൽ വിചാരിച്ചത്, നമ്മൾ ഈ കൂടിയ പോലെ തന്നെ എനിക്ക് 10 രൂപ കിട്ടുന്നുണ്ടെങ്കിൽ എനിക്ക് ആദ്യം നിങ്ങളെ ഒന്നും കൂടി വീണ്ടും കാണണം. ഇതേ പൊസിഷനിൽ ഞാൻ അന്ന് നിന്നിട്ട് ഇതേപോലെ നിങ്ങളെ കൊണ്ട് പറയണം. എനിക്ക് അത്രേ ഉള്ളൂ. പിന്നെ നമ്മുടെ മക്കൾ, ഇപ്പോൾ പെണ്ണുങ്ങളൊക്കെ വന്നിരിക്കുന്നതും അവരുടെ മക്കളെ കൈപിടിച്ച് ഉയർത്താനല്ലെങ്കിൽ അവർക്ക് നമുക്ക് കിട്ടാത്തൊരു വിദ്യാഭ്യാസം കൊടുക്കാൻ, അല്ലെങ്കിൽ നമുക്ക് കിട്ടാത്ത ലൈഫ് അവർക്ക് കൊടുക്കാൻ എന്നുള്ള ഒരു ഉദ്ദേശത്തിലാണ്. അതൊക്കെ സക്സസ് ആവണം. അതിന് നമ്മളൊരു മാതൃകയാവണം. അത്രോ എനിക്ക് തോന്നുന്നു. എല്ലാത്തിനും സാറിനോടും ഈ ഗ്രൂപ്പിനോടും എല്ലാവരോടും നന്നായിട്ട് ക്ലാസ് എങ്ങനെ ഒരു നഴ്സറി കൊച്ചിനെ നമ്മൾ എങ്ങനെ ട്രെയിൻ ചെയ്ത് ദൈവത്തോടും നന്ദിയുണ്ട്, സാറുമാരോടും ഒത്തിരി നന്ദിയുണ്ട്.